കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ ലയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. മഹാരാഷ്ട്ര സർക്കാർ സമ്മതം അറിയിച്ചതോടെയാണ് ലയനം വേഗത്തിലാകുന്നത്. ഇതോടെ പാതയിൽ വികസന കുതിപ്പുണ്ടാകും എന്നാണ് പ്രതീക്ഷ. 90കളുടെ തുടക്കത്തിലാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ മലകൾ തുരന്ന് ഏറെ ശ്രമകരമായ ഒരു പാത നിർമ്മിക്കണം. ഇ ശ്രീധരൻ എന്ന രാജ്യത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയർ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തതോടെ പദ്ധതി അതിവേഗം പൂർത്തിയായി. 98ഓടെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു പാത ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിലെ റോഹയ്ക്കും കർണാടകയിലെ മംഗലാപുരത്തിനും ഇടയിലാണ് പാത. കാലം മുന്നോട്ട് പോയതോടെ ആവശ്യങ്ങൾ കൂടി. കൂടുതൽ ട്രാക്ക്, കൂടുതൽ സർവീസ്, അടിസ്ഥാന സൗകര്യ വികസനം, അങ്ങനെ ന്യായമായ ആവശ്യങ്ങൾ. പക്ഷേ പരിമിതികളുടെ പട്ടിക മാത്രമായിരുന്നു കൊങ്കൺ റെയിൽവേയുടെ മറുപടി. വിവിധ സംസ്ഥാനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിൽ. 51% ഓഹരി ഇന്ത്യൻ റെയിൽവേക്കാണ്. 6% വീതം കേരളത്തിനും ഗോവയ്ക്കും. കർണാടകയ്ക്ക് 15%, മഹാരാഷ്ട്രയ്ക്ക് 22% ഓഹരി പങ്കാളിത്തം. മഹാരാഷ്ട്ര ഒഴികെ മറ്റെല്ലാവരും ലയനത്തിന് അനുകൂലമായിരുന്നു. ലയനം സാധ്യമായാൽ പാതയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടും. കൂടുതൽ സർവീസുകൾ ഓടിക്കാം. സാമ്പത്തിക ഞെരുക്കവും മാറും. കൊങ്കൺ റെയിൽവേ എന്ന പേര് നിലനിർത്തണമെന്നും മൂലധന നിക്ഷേപമായി നൽകിയ 360 കോടി രൂപ തിരികെ നൽകണമെന്നുമാണ് മഹാരാഷ്ട്ര മുന്നോട്ട് വെച്ച നിബന്ധന. റെയിൽവേ ബോർഡ് തുടർ നടപടികൾ സ്വീകരിക്കും. 24 മുംബൈ.